കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ്റെ അമൃതം ക്രൂശിൽ നിന്നും എനിക്കായി തന്നോരമ്മയല്ലേ ക്രൂശിൽ നിന്നും എനിക്കായി തന്നോരമ്മയല്ലേ എൻ്റെ കൂടെയാകാൻ എന്നെ വഴി നടത്താൻ സങ്കടങ്ങളാശ്വാസമാക്കാൻ എന്നെ മാറോടു ചേർത്തണയ്ക്കാൻ ഈശോ തന്നോരമ്മയല്ലേ ഈശോ തന്നോരമ്മയല്ലേ ക്രൂശിൽ നിന്നും എനിക്കായി തന്നോരമ്മയല്ലേ ഈശോയെ നീ പാലിച്ചതുപോലെ എന്നെയും നീ കരുതണമമ്മേ കാണാതായ തൻ പുത്രനെ തേടി കണ്ടെത്തിയ മാതൃസ്നേഹക്കടലേ തിരുനിണമൊഴുക്കി എന്നെ വീണ്ടെടുത്ത നിൻ സുതനോടു പ്രാർത്ഥിക്കണേ നിർമ്മലമേരിനാഥേ ക്രൂശിൽ നിന്നും എനിക്കായി തന്നോരമ്മയല്ലേ ക്രൂശിൽ നിന്നും എനിക്കായി തന്നോരമ്മയല്ലേ
കാനായിലെ കുറവുകൾ കണ്ടതുപോൽ കാരുണ്യത്തിൻ കരം ഞങ്ങൾ കേകിടണേ. അമ്മയെ വണങ്ങിടുന്ന കാലമെല്ലാം സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടും മാർഗമത്. മനമിടറുമ്പോൾ കരളുരുകുമ്പോൾ നിൻ സഹനമെൻ വഴി വിളക്കാകണമേ. എന്നുമെൻ ആശ്വാസമേ. ക്രൂശിൽ നിന്നും എനിക്കായി തന്നോരമ്മയല്ലേ. ക്രൂശിൽ നിന്നും എനിക്കായി തന്നോരമ്മയല്ലേ. എൻ്റെ കൂടെയാകാൻ എന്നെ വഴി നടത്താൻ സങ്കടങ്ങൾ ആശ്വാസമാക്കാൻ എന്നെ മാറോടു ചേർത്തണയ്ക്കാൻ യേശു തന്നോരമ്മയല്ലേ. യേശു തന്നോരമ്മയല്ലേ. ക്രൂശിൽ നിന്നും എനിക്കായി തന്നോരമ്മയല്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൂക്കാ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 19-ാമത് വചനം ഇങ്ങനെ പറയുന്നു: പരിശുദ്ധ അമ്മയും യേശുവിൻ്റെ സഹോദരങ്ങളും കൂടെ യേശുവിനെ കാണുവാൻ വേണ്ടി യേശു വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഇടങ്ങളിലെത്തി. അവർ വന്ന വിവരം ശിഷ്യന്മാരെ യേശുവിനെ അറിയിച്ചു. ഇതാ നിന്റെ അമ്മയും സഹോദരങ്ങളും നിന്നെ കാണുവാൻ വേണ്ടി പുറത്ത് കാത്തു നിൽക്കുന്നു എന്ന് അറിയിച്ചു. അപ്പോൾ യേശു തൻ്റെ ശിഷ്യരെ നോക്കി ഇങ്ങനെ പറഞ്ഞു: ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ സഹോദരനും അമ്മയുമെന്ന്. പ്രിയമുള്ളവരെ, ഈ വചനഭാഗങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അത് യേശു തൻ്റെ അമ്മയെ അല്പം വില കുറച്ച് കാണിച്ചതാണോ എന്ന് വേണേലൊരു തെറ്റായ സംശയം ഉളവാകാൻ ഇടയുണ്ട്. അതിനെ വെച്ചൊരു ക്ലാരിറ്റി കിട്ടുന്നത് ലൂക്കാ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 27-ഉം 28-ഉം വചനങ്ങളാണ്. 27-ാമത് വചനം ഇങ്ങനെയാണ് പറയുന്നത്: അവൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആ സമൂഹത്തിൽ നിന്ന് ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞു: നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും എത്ര ഭാഗ്യമുള്ളതാണ്. 28-ാമത് വചനം, ലൂക്കാ സുവിശേഷം 11-ാം അധ്യായം 28-ാമത് വചനം. ദൈവവചനം കേൾക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നവരാണ് കൂടുതൽ ഭാഗ്യമുള്ളവരെന്ന്. പ്രിയമുള്ളവരെ, ദൈവവചനത്തിന് മുമ്പിൽ അടിയറ വെച്ച വ്യക്തികളാണ് ഭാഗ്യമുള്ളവരെന്ന്. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 28-ാമത് വചനം. ദൈവദൂതൻ മറിയത്തിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു: ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. പ്രിയമുള്ളവരെ, തുടർന്ന് 29-30 വചനങ്ങളിലെ ഈ അഭിവാദനത്തിൻ്റെ സ്വരം കേട്ടപ്പോൾ പരിശുദ്ധ അമ്മയിൽ ഒരു അസ്വസ്ഥത ഉളവായി. മറിയം ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ല. ഉടൻ ദൂതൻ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് ലൂക്കാ സുവിശേഷത്തിൽ 1-ാം അധ്യായം അതിൻ്റെ 29-ാമത് വചനമാണ് ഒന്ന് ധ്യാന വിഷയമാക്കുന്നത്. ഈ വചനം കേട്ടപ്പോൾ അവളുടെ ഹൃദയം വളരെ അസ്വസ്ഥമായി. എന്താണ് ഈ അസ്വസ്ഥതയുടെ കാരണം? യെശയ്യാ പ്രവചനം
66 അധ്യായം അതിൻ്റെ 2-ാമത് വചനം. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടാകുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. അപ്പോൾ ദൈവവചനം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണമെങ്കിൽ എനിക്ക് അനുതാപം ഉണ്ടാകണം, എളിമയുണ്ടാകണം. അനുതാപാർദ്രമായ ഹൃദയം എനിക്കുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയങ്ങളിലേക്ക്, എൻ്റെ ഉള്ളങ്ങളിലേക്ക് കടന്നു വരുവാൻ സ്വർഗം അവസരം നൽകുകയാണ്. എനിക്ക് അനുതപിക്കുന്ന ഹൃദയം ഉണ്ടാകണം. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 15-ാമത് വചനം. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അപ്പോൾ ഈ സുവിശേഷത്തിൽ വിശ്വസിക്കണമെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ എളിമയുണ്ടാകണം, അനുതാപം ഉണ്ടാകണം. എൻ്റെ ജീവിത ചെയ്തികളെപ്പറ്റി, 4 തരത്തിലുള്ള എൻ്റെ ചെയ്തികളെപ്പറ്റി, വിചാരത്താല്, വാക്കാല്, പ്രവൃത്തിയാല്, ഉപേക്ഷയാല് എന്നിലൂടെ കടന്നു വന്നിട്ടുള്ള പാപത്തിൻ്റെ സാധ്യതകളെപ്പറ്റി എനിക്ക് അനുതാപാർദ്രമായൊരു ഹൃദയമുണ്ടാകണം, എനിക്കൊരു അനുതാപം ഉണ്ടാകണം, എനിക്ക് എളിമയുണ്ടാകണം. അനുതാപവും എളിമയും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം മൊഴികൾക്ക് എൻ്റെ ഉള്ളങ്ങളിൽ ഒരു സ്ഥാനമുണ്ട്. പ്രിയമുള്ളവരെ, ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം അതിന് 38-ാമത് വചനം. സ്വർഗം അത്യധികമായി ആനന്ദിച്ച വചനം, നരകം ഞെട്ടിവിറച്ച വചനം. ലൂക്ക 1:38. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ വചനമേനിൽ നിറവേറട്ടെ എന്ന്. ദൈവവചനത്തിന് മുമ്പിൽ മറിയം സമ്പൂർണമായി അടിയറ വെച്ചവൾ, സമ്പൂർണമായ സ്വയംദാന സമർപ്പണം നടത്തിയവൾ. അടിമപ്പെൺകുട്ടിക്ക് ദാസി എന്ന് പറഞ്ഞാൽ അടിമപ്പെൺകുട്ടിക്ക് സ്വന്തമായ ഇഷ്ടങ്ങളില്ല, സ്വന്തമായ ആഗ്രഹങ്ങളില്ല, സ്വന്തമായ പ്രതീക്ഷകളില്ല, സ്വന്തമായ സ്വപ്നങ്ങളില്ല. എല്ലാം തൻ്റെ യജമാനു വേണ്ടി, അതേ തൻ്റെ താതനു വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ ഇതുപോലെ സമ്പൂർണമായ സ്വയംദാന സമർപ്പണം നടത്തുന്ന വ്യക്തികളിലേക്ക് ദൈവവചനത്തിൻ്റെ മധുര വചസ്സുകൾ ഒഴുകിയെത്തും. ദൈവവചനത്തിൻ്റെ സാന്നിധ്യം നിറവായ വ്യക്തികൾ മാറാൻ കഴിയും. മറിയത്തിൻ്റെ സമർപ്പണം എന്ന് പറയുന്നത് കൂടെ ഒരു സമർപ്പണമില്ല. പൊന്നു പ്രിയമുള്ളവരെ, നമ്മളും ദൈവത്തിൻ്റെ മൊഴികൾക്ക് മുമ്പിൽ, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് മുമ്പിൽ, ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് മുമ്പിൽ, ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് മുമ്പിൽ ഇതുപോലെ സമ്പൂർണ്ണമാവരെ അടിയറ വെച്ചാല് സ്വർഗം നമ്മുടെയും ജീവിതങ്ങളിൽ പ്രകാശിക്കും, പ്രസാദിക്കും. നമ്മുടെ ജീവിതങ്ങളെയും അവിടുന്ന് ഏറ്റെടുത്ത് ഉപയോഗിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിതങ്ങളെ ഏറ്റെടുത്ത് ഉപയോഗിക്കാൻ തക്ക വിധത്തില് ദൈവത്തിന് പാകമായ ഒരു മനുഷ്യ ജീവിതമായി മാറുവാന് നമ്മുടെ അടിയറവയ്പും സമർപ്പണവും ആവശ്യമാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ, നമ്മുടെ ശുശ്രൂഷകളിൽ, നമ്മുടെ മറ്റ് ചുറ്റുവട്ടങ്ങളിലൊക്കെയും നമ്മുടെ ജീവിതത്തിൻ്റെ ചര്യകളിൽ നമ്മൾ എന്തൊക്കെയാണോ എന്ന് എവിടെയൊക്കെ ധരിച്ചു വെച്ചിട്ടുണ്ട്, അവിടെ ആ മേഖലയിൽ സ്വർഗത്തിന് ഇടപെടാൻ കഴിയുകയില്ല, സ്വർഗം ഇടപെടുകയുമില്ല. എവിടെ ആര് ഇതുപോലെ അനുതാപാർദ്രമായ ഹൃദയം ഉണ്ടാകുന്നുണ്ടോ, ആര് സമ്പൂർണമായി അടിയറ വയ്ക്കുന്നുണ്ടോ, ആ അടിയറ വയ്പ്പിൽ ദൈവവചനത്തിൻ്റെ സജീവ സാന്നിധ്യം കൊണ്ട് ആ വ്യക്തിയെ ദൈവം ഏറ്റെടുത്ത് ഉപയോഗിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷത്തില് 8-ാം അധ്യായത്തില് അതിൻ്റെ 12-ാമത് വചനം, വചനമായ വിത്ത്, വിത്തായ വചനം. 12-ാമത് വചനം ഇങ്ങനെയാണ് പറയുന്നത്, എന്തെന്നാൽ അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കേണ്ടതിന് വേണ്ടി പിശാച് വന്ന് അവരിൽ നിന്ന് വചനത്തെ മോഷ്ടിച്ചു കൊണ്ടുപോയി. എന്തൊരു ദാരുണമായ അവസ്ഥയാണ്. നമ്മൾ വിശ്വസിക്കരുത്, രക്ഷപ്പെടുകയും ചെയ്യരുത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത് വചനം, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്ര അധികമായി സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കേണ്ടത് പിശാചിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് എൻ്റെ ഉള്ളങ്ങളിൽ നിന്ന്, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ദൈവവചനം അപ്രത്യക്ഷമാകുന്നുണ്ടോ, ദൈവിക സാന്നിധ്യം അപ്രത്യക്ഷമാകുന്നുണ്ടോ എന്ന് ഞാൻ ഗാഢമായി ചിന്തിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, സങ്കീർത്തനങ്ങൾ 119-ാം അധ്യായം അതിൻ്റെ 96-ാമത് വചനം ഇങ്ങനെയാണ് പറയുന്നത്, എല്ലാ പൂർണ്ണതകൾക്കും ഞാനൊരു അതിർത്തി കണ്ടിട്ടുണ്ട്. എല്ലാ പൂർണ്ണതകൾക്കും ഒരു അതിർത്തിയുണ്ട്. എന്നാൽ ദൈവമായ കർത്താവേ, അവിടുത്തെ വചനം നിസ്സീമമാണ്. അതൊരു ദൈവവചനത്തിന് മാത്രം അതിർത്തികൾ നിശ്ചയിച്ചിട്ടില്ല, ദൈവവചനത്തിന് മാത്രം അതിരുകളില്ല, ദൈവവചനം മാത്രം അതിൻ്റെ പൂർണ്ണതയിൽ എന്നും എത്രമാത്രമാണേലും അത് അധികമാകില്ല. ഞങ്ങൾ കുട്ടികൾക്കൊക്കെ ധ്യാനം നടത്തുമ്പോൾ
കുട്ടികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാന്ന്. അപ്പം മിക്ക കുട്ടികളും പറയാറുണ്ട് ബിരിയാണിയാണ് ഇഷ്ടമെന്ന് മിക്ക കുട്ടികളും പറയാറുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ തിരിച്ചു ചോദിച്ചിട്ട് എത്ര ബിരിയാണി കഴിക്കാം? ഒന്ന്, ചില കുട്ടികൾ 2 എണ്ണം വരെയും കഴിക്കാമെന്ന് പറയുന്നുണ്ട്. 2 കഴിഞ്ഞ് 1 കൂടെ ആയാലോ പിന്നെ അത് അറപ്പാകും, തള്ളി മാറ്റും, തട്ടി മാറ്റും. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്കോ കുടുംബത്തിലേക്കോ ശുശ്രൂഷയിലേക്കോ ജീവിതത്തിന്റെ സമസ്ത ചരികളിലേക്കോ എത്ര അധികമായി വ്യാപരിച്ചാലും അത് അധികമാകില്ല. അതാണ് സങ്കീർത്തനങ്ങൾ 119 അതിൻ്റെ 96 വചനം പറഞ്ഞത്. അത് നിസ്സീമമാണ്, അതിന് അതിർത്തികളില്ല, അത് നിശ്ചയിച്ചിട്ടുമില്ല. എത്രമാത്രം വേണം സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയും. മത്തായി സുവിശേഷം 22-ാം അധ്യായം ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിൻ്റെ വചനമോ അതിന് ശക്തിയോ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ തെറ്റുപറ്റുന്നതെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ തെറ്റുപറ്റുന്ന ഓരോ മേഖലകളും നമ്മളൊന്ന് എടുത്തൊന്ന് അസസ് ചെയ്താൽ മനസ്സിലാകും. ദൈവത്തിൻ്റെ വചനം അതിന് ശക്തിയും നമ്മൾക്ക് അതിൻ്റെ പൂർണ്ണതയിൽ അറിയാത്തത് കൊണ്ടാണ് നമ്മൾക്ക് മിക്കപ്പോഴും തെറ്റുപറ്റുന്നത്. നമ്മൾ മാനുഷികമായ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളിലൂടെ ചിന്തിക്കുകയും ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അനേക കാര്യങ്ങളിൽ തെറ്റുപറ്റുന്നുണ്ട്. നമുക്ക് വീണ്ടും തിരിച്ചു വരാം. വിശുദ്ധ ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 38-ാമത് വചനം നമ്മൾ കണ്ടു. മറിയത്തിന്റെ സമ്പൂർണമായ സ്വയംദാന സമർപ്പണം, ദൈവവചനത്തിന് മുമ്പിൽ തന്നെ അടിയറവയ്ക്കും നമ്മൾ കണ്ടു. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 46-ഉം 47-ഉം വചനങ്ങൾ. വചനം ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പ്രിയമുള്ളവരെ, വളരെ ഗൗരവതരമായൊരു ചിന്തയാണ്. ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എൻ്റെ ആനന്ദങ്ങൾ കുടികൊള്ളുന്നത് എവിടെയാണ്? മറിയം 2 കാര്യങ്ങളാണ് ചെയ്തത്. മറിയത്തിന്റെ ജീവിതം കൊണ്ട് മറിയം ദൈവവചനത്തിന് മുമ്പിൽ അടിയറ വെച്ചതോടുകൂടി ഈ കാലം അത്രയും തൻ്റെ നാഥൻ തൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എണ്ണിയാൽ ഒടുങ്ങാത്ത വാക്കുകൾ വർണ്ണിക്കാൻ കഴിയാത്ത വിസ്മയകരമായ അനുഗ്രഹങ്ങളെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്തെല്ലാം കാര്യങ്ങളെ ഓർത്താണ് പാവപ്പെട്ട ഈ അടിമ പെൺകുട്ടിക്ക്, അതെ, സമ്പൂർണമായി ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച ഈ ബാലികയ്ക്ക്, അതെ, പരിശുദ്ധ അമ്മയ്ക്ക് എന്തെല്ലാം കാര്യങ്ങളെ ഓർത്താണ് ദൈവത്തിനെ മഹത്വപ്പെടുത്താനുള്ളത്. മറിയം പറഞ്ഞു, ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 47-ാമത് വചനം, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ശരിയായ ആനന്ദം, നിത്യതയെക്കുറിച്ചുള്ള ആനന്ദം, സ്വർഗത്തെക്കുറിച്ചുള്ള ആനന്ദം. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിലാണ് എൻ്റെ ആനന്ദം. എൻ്റെയൊക്കെ ആനന്ദം രക്ഷകനായ ദൈവത്തിങ്കൽ എത്തുവോളം, എൻ്റെ ആനന്ദം രക്ഷകനായ ദൈവത്തിൽ എത്തുവോളം ദൈവം എൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രസാദിക്കാറില്ല. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ദൈവം ശ്രമിക്കണമെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തണം. എനിക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തണം. പ്രഭാഷകന്റെ പുസ്തകം 43-ാം അധ്യായം അതിന് 30-ാമത് വചനം ഇങ്ങനെ പറയുന്നു, എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കുവിൻ, സർവശക്തിയോടും കൂടി അവിടുത്തെ പുകഴ്ത്തുവിൻ, തളർന്നു പോകരുത്, എത്ര സ്തുതിച്ചാലും പരിധിയിലെത്തുകയില്ല എന്ന്. ദൈവം തൻ്റെ വചനം നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്നത്, നമ്മൾ വചനമാകാൻ, വചനമേകാൻ, അതെ, പരിശുദ്ധ അമ്മ ഈ വചനത്തെ സ്വീകരിച്ചതുപോലെ ഒരു സമ്പൂർണ്ണ സ്വയംദാന സമർപ്പണത്തിലൂടെ നമുക്ക് ഈ വചനത്തെ സ്വന്തമാക്കാൻ കഴിയുള്ളൂ, വചനമേകാൻ കഴിയുള്ളൂ. നമ്മുടെ ജീവിതം കൊണ്ടാണ് ഈ വചനമേകേണ്ടത്. പരിശുദ്ധ അമ്മ 2 കാര്യങ്ങൾ ചെയ്തതുപോലെ നമ്മൾ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്ന, കരുതിയിരിക്കുന്ന ഈ അനേകം അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. അവിടുത്തെ വിശുദ്ധരെല്ലാം അവിടുത്തെ പാദാന്തികത്തിൽ ഇരുന്ന് അവിടുത്തെ വചനം ശ്രമിച്ചു. അവിടുത്തെ വിശുദ്ധർ അവിടുത്തെ പാദാന്തികത്തിൽ ഇരുന്നാണ് വചനം ശ്രമിച്ചത്. അതുകൊണ്ട് നമുക്കും എത്രമാത്രം ദൈവവചനം സ്വീകരിക്കുവാൻ വേണ്ടി എത്രമാത്രം എളിമപ്പെടാമോ, എത്രമാത്രം താഴാമോ, എത്രമാത്രം നമുക്ക് നമ്മെ തന്നെ നമ്മളിൽ കുടികൊണ്ടിരിക്കുന്ന നമ്മുടെ മാനുഷികമായ സാന്നിധ്യങ്ങളെ മാറ്റി ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട്, ദൈവത്തിൻ്റെ ഒരു അഭിഷേകം കൊണ്ട്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിറവ് കൊണ്ട് ഒന്നായിത്തീരുവാൻ കഴിഞ്ഞാൽ ഒരു കൃപയുടെ ജീവിതമാകും നമ്മുടേത്. യാക്കോബ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 22-ാമത് വചനം, നിങ്ങൾ വചനം ശ്രവിക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരാകുവിൻ. നമ്മൾ വചനം ശ്രവിക്കുക മാത്രമാണോ ചെയ്യുന്നത്?
മനോഹരമായി ധാരാളം വചനം നമുക്ക് ഓരോ ദിവസവും ഓരോ നിമിഷവും കേൾക്കുവാനുള്ള സാഹചര്യമുണ്ട്. വചനം നമ്മൾ പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ചെവിയിൽ കൂടെ കേട്ടു മറ്റേ ചെവിയിൽ കൂടെ കടന്നുപോയി എന്ന് പറഞ്ഞ പോലെയാണ് ഞാൻ വചനം ശ്രമിക്കുന്നത്. നമ്മൾ വചനം ശ്രമിക്കുക മാത്രം ചെയ്യുന്നു എങ്കിൽ ഒരു ആത്മവഞ്ചനയാണ്. നമ്മളുടെ പൂജരാജാക്കന്മാര് യേശുവിനെ ആരാധിക്കാൻ വേണ്ടി കടന്നു വന്ന് തങ്ങൾ കാഴ്ച അർപ്പിച്ച് മറുവഴിയിലൂടെ ഹെറോദസിന്റെ അടുത്തേക്ക് പോകാതെ മറ്റൊരു വഴിയിലൂടെ അവർ സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോയി എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. യേശുവിനെ ലഭിച്ചിട്ടുള്ള എല്ലാ ദൈവപൈതലും തന്നിലെ ദൈവിക ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുവിനെ, അത് ദൈവവചനം നഷ്ടപ്പെട്ടു പോകാൻ ഇടയുള്ള ഒരിടങ്ങളിലേക്കും നമ്മൾ സഞ്ചരിക്കരുത്, യാത്ര ചെയ്യരുത്. സ്വർഗത്തിന് ഇത്രയേറെ വേദനാജനകമായ മറ്റൊരു സാഹചര്യമില്ല, മറ്റൊരവസ്ഥയില്ല. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന വ്യക്തിയുടെ കാര്യത്തില്, ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയുടെ കാര്യത്തില്, ദൈവത്തെ പറ്റി ദാഹിക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യത്തിൽ സ്വർഗത്തിന് ഉത്തരവാദിത്വമുണ്ട്. സങ്കീർത്തനങ്ങൾ 34:18 വചനം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു, നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്, അവയിൽ നിന്നെല്ലാം കർത്താവ് അവരെ മോചിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഹബക്കുക്ക് പ്രവചനം നമ്മൾ കണ്ടില്ലേ? 3-ാം അധ്യായം അതിന്റെ 17 മുതൽ വചനങ്ങൾ, അത്തിവർഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, തൊഴുത്തിൽ കന്നുകാലികൾ ഇല്ലെങ്കിലും, ആലയിൽ ആട്ടുംകൂട്ടം അറ്റുപോയാലും ഞാൻ കർത്താവിൽ ആശ്രയിക്കും, അവിടെ നിന്റെ പാദങ്ങൾക്ക് കലമാന്റെ പാദങ്ങളുടെ വേഗം നൽകുന്നു. നമ്മൾ ശരിക്കും ദൈവത്തിലോ ദൈവവചനത്തിലോ അവിടുത്തെ കൽപ്പനകളിലോ പ്രമാണങ്ങളിലോ ആണ് നമ്മുടെ ആശ്രയമെങ്കിൽ ഇവിടുത്തെ ഭൂമിയിലെ ഒരു ദാരിദ്ര്യവും ഒരു ഇല്ലായ്മയും എൻ്റെ ജീവിതങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്തുവാൻ, കൃപയുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തുവാൻ ഞാൻ ഒരിക്കലും ഇടയാക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ വാഗ്ദാന പേടകത്തില് സൂക്ഷിച്ചിരുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കുമ്പോൾ ദൈവപ്രമാണങ്ങളുടെയും ദൈവകൽപ്പനകളുടെയും ഒരു പ്രാധാന്യം കുറേയും കൂടെ നമ്മുടെ ചിന്തയിലേക്ക് വരുവാൻ ഇടയാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഹല്ലേലൂയ. വാഗ്ദാന പേടകത്തിൽ സൂക്ഷിച്ചിരുന്നത് മോശയ്ക്ക് കൽപ്പനകളിൽ എഴുതി കൊടുത്ത നിയമഗ്രന്ഥം, അഹ്റോന്റെ വടിയും മന്നായും. ഈ 3 വസ്തുക്കളാണ് ദൈവം ഈ വാഗ്ദാന പേടകത്തിൽ സൂക്ഷിക്കുവാൻ സംബന്ധിച്ച്. ഓർക്കണം, ഇത് ദൈവകൽപ്പനകളേക്കും പ്രാധാന്യം എത്ര പേർ കൊടുക്കണമെന്ന്, ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് എത്രയേറെ പ്രാധാന്യം കൊടുക്കണമെന്ന്. വാഗ്ദാന പേടകത്തിന് മുമ്പിൽ നിന്ന് നൃത്തം ചെയ്ത ദാവീദ് രാജാവ് ഈ നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ ദാവീദിന്റെ ഭാര്യയ്ക്ക് അതിലൊരു അപമതിപ്പ് തോന്നിയപ്പോൾ അവൾ ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് പാത്രമായി എന്നാണ് വചനം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതികളോടും വചനങ്ങളോടും പ്രമാണങ്ങളോടും നമ്മൾ വേണ്ടത്ര ഒരു വിശ്വസ്തയും കൂറും പുലർത്തിയില്ലെങ്കിൽ അവിടുന്ന് നമ്മുടെ ജീവിതങ്ങളെ അവിടെ ഉറ്റുനോക്കുകയാണ്. അവിടുന്ന് നമ്മുടെ ജീവിതങ്ങളുടെ മേലെ വർഷിക്കേണ്ട കരുണ മാത്രമേ വർഷിക്കുന്നുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് അമ്മയുടെ ഉദരം മുതൽ നിത്യജീവൻ വരെയുള്ള പദ്ധതിയാണ്. എല്ലാ മനുഷ്യരെ മേല് ദൈവം വിഭാവനം ചെയ്യുന്ന പദ്ധതി എന്ന് പറയുന്നത് അമ്മയുടെ ഉദരം മുതൽ നിത്യജീവൻ വരെയുള്ള പദ്ധതിയാണ്. ഇടയ്ക്ക് വെച്ച് ഈ പദ്ധതി ഉപേക്ഷിക്കുന്നത് നമ്മളാണ്. ദൈവം ഈ പദ്ധതി ഒരിക്കലും ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കുന്നില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേരുവാൻ നമ്മൾ നമ്മെ തന്നെ ദൈവത്തിനും ദൈവവചനത്തിനും മുമ്പിൽ അടിയറവയ്ക്കണം, ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ അടിയറവയ്ക്കണം. നമുക്ക് എളിമയുണ്ടാകണം, നമുക്ക് അനുതാപം ഉണ്ടാകണം, ദൈവത്തിൻ്റെ സാന്നിധ്യ ശക്തി കൊണ്ട് നമ്മൾ നിറയണം. 2 മക്കബായരുടെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 9-ാമത് വചനം ഇങ്ങനെ പറയുന്നു, അവർ കൃപാലുവായ ദൈവത്തെ ഏകസ്വരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ മനുഷ്യരെ മാത്രമല്ല ഘോര മൃഗങ്ങളെയും ഉരുക്കു കോട്ടകളെയും തകർക്കാൻ തക്ക മനോബലം കൊടുത്ത ദൈവം വരെ അനുഗ്രഹിച്ചെന്ന്. അപ്പോൾ ഏതെങ്കിലും ഒരു ദൈവപൈതൽ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഈ അമ്മ ചെയ്തതുപോലെ ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞ ആ ജീവിത ശൈലിയിലേക്ക് വരുമ്പോൾ ഓർക്കണം, ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവം എൻ്റെ ജീവിതങ്ങളെ ഏറ്റെടുത്ത് ഉപയോഗിക്കും. അവിടുത്തെ കരങ്ങളിൽ നിന്നാണ് ഞാൻ കൃപ സ്വീകരിക്കുന്നത്. പ്രിയമുള്ളവരെ, വളരെ രസകരമായ ഒരു കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മൾ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് അന്ധകാരം മാറിപ്പോകട്ടെ എന്ന് പറയേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? അതെ, ഈ വചനം വെളിച്ചമാണ്, ലോകത്തിന്റെ പ്രകാശമാണ്. ലോകത്തിന്റെ പ്രകാശമായവനെ അവന്റെ പൂർണ്ണതയിൽ സ്വീകരിക്കണമെങ്കിൽ ദൈവവചനത്തിന്റെ സാന്നിധ്യ ശക്തി നമ്മൾ ഉണ്ടാകണം. ആ ദൈവവചനത്തെ നമ്മൾ അഭിഷേകം ചെയ്യണം. ദൈവവചനത്തോടുള്ളൊരു ദാഹം ഉണ്ടാകണം. ദൈവവചനം എൻ്റെ ഹൃദയത്തിലുണ്ടാകണം.
എൻ്റെ അധരത്തിലുണ്ടാകണം, എൻ്റെ ജീവിത ശൈലിയിലുണ്ടാകണം, എൻ്റെ ജീവിതത്തിൻ്റെ പെരുമാറ്റങ്ങളുണ്ടാകണം, എൻ്റെ മനോഭാവങ്ങളുണ്ടാകണം. ഇത് കരകവിഞ്ഞൊഴുകുന്ന ഒരു കൃപയുടെ ജീവിതം, എൻ്റെ ദൈവം എനിക്ക് ദാനമായി നൽകിയ ഈ കൃപയുടെ ജീവിതം, എൻ്റെ ദൈവം എനിക്ക് ദാനമായി നൽകിയ ഈ വിശുദ്ധിയുടെ ജീവിതം, എൻ്റെ ദൈവം എനിക്ക് അനുഗ്രഹമായി നൽകിയ ഈ ജീവിതത്തിൽ അവിടുത്തെ വചനം പേറി, അവിടുത്തെ വചനത്തിന് സാക്ഷിയായി, അവിടുത്തെ വചനത്തിൻ്റെ പ്രവൃത്തി തലത്തിലേക്ക് എത്തിക്കുന്നതോളം എൻ്റെ ശുശ്രൂഷകൾ ദൈവത്തിന് മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കേണ്ടതുണ്ട്. റോമർ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 1-ാമത് വചനം. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിനെ സമർപ്പിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിന് അടിയറ വെച്ചൊരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ, തൻ്റെ ജീവിതത്തിലെ കഷ്ടങ്ങളോ നഷ്ടങ്ങളോ ദുഃഖങ്ങളോ അവൻ നോക്കാറില്ല. അവൻ്റെ ദാഹം എന്ന് പറഞ്ഞാൽ അവൻ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ദാഹമാണ്, സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടിയുള്ള ദാഹമാണ്. അവനിതാ വിശുദ്ധരുടെ ജീവിത മാതൃക അനുകരിച്ച വ്യക്തിയായി മാറും. വിശുദ്ധരെല്ലാം യേശുവിൻ്റെ വഴിയെയാണ് സഞ്ചരിച്ചത്, അവിടുത്തെ വചനത്തിൻ്റെ വഴിയാണ് സഞ്ചരിച്ചത്. അവിടുത്തെ പീഡാസഹനങ്ങൾ അവർ ഹൃദയത്തിൽ പേറിയവരാണ്. അവിടെ പീഡാസഹനങ്ങൾ, യേശുവിൻ്റെ പീഡാസഹനങ്ങളെ ധ്യാനിച്ചാൽ, യേശുവിൻ്റെ വചനത്തെ ധ്യാനിച്ചാൽ, യേശുവിൻ്റെ വചനത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചാൽ, അങ്ങനെ മാറ്റിവെച്ചവര് എല്ലാം വിശുദ്ധരായി മാറുകയാണ്. എൻ്റെ പൊന്നു പ്രിയമുള്ളവരെ, യേശുവിൻ്റെ വചനത്തിന് മുമ്പിൽ ആരെല്ലാം എവിടെയെല്ലാം അടിയറ വെച്ചിട്ടുണ്ടോ, യേശുവിൻ്റെ വചനം സ്വന്തം ജീവിതം കൊണ്ട് പേറിയിട്ടുണ്ടോ, യേശുവിൻ്റെ വചനത്തിലൊരു അഭിഷേകത്തിന് നിറവ് ജീവിച്ചിട്ടുണ്ടോ, അതെല്ലാം സ്വർഗം പ്രസാദിക്കുന്ന ജീവിതമാണ് അവരുടെ എല്ലാം. സ്വർഗം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശമാനമാക്കുവാൻ, സ്വർഗം പ്രസാദിക്കുവാൻ, അതെ വിശുദ്ധര് പേറിയ അവൻ്റെ വചനത്തിൻ്റെ വഴികൾ, അവൻ്റെ പീഡാസഹനത്തിൻ്റെ വഴികൾ, അവൻ്റെ കുരിശുമരണത്തിൻ്റെ വഴികൾ. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെയും ജീവിതങ്ങളിൽ അവൻ്റെ കുരിശുമരണത്തെ പറ്റി ധ്യാനിക്കണം. അവൻ്റെ കുരിശുമരണം എൻ്റെ ജീവിതത്തിൽ ധ്യാനിക്കുന്ന വ്യക്തികളിലേക്ക് സ്വർഗം അതിൻ്റെ ചൈതന്യം ഒഴുക്കും. നമുക്ക് ശാന്തമായി ഒന്ന് ധ്യാനിക്കാം. ദൈവം അനുവദിച്ചെന്ന ഈ ജീവിതത്തിൽ അവന് വേണ്ട രീതിയിൽ അവൻ്റെ വചനത്തിന്, അവൻ്റെ ജീവിതത്തിന് ഞാൻ സാക്ഷിയാകുന്നുണ്ടോ? അവൻ്റെ വചനം എൻ്റെ ജീവിതം കൊണ്ട് ഞാനൊരു അഭിഷേകമാക്കി മാറ്റാൻ കഴിയുന്നുണ്ട്. എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ കൂട്ടായ്മയിലേക്ക്, എൻ്റെ ചുറ്റുവട്ടങ്ങളിലേക്ക് വചനത്തിന് ഞാൻ സാക്ഷിയാകുന്നുണ്ടോ? നമുക്ക് ഈ വചനത്തെ അനുദിനം ധ്യാനിക്കുകയും മനനം ചെയ്യുകയും വചനം ഭക്ഷിക്കുകയും ചെയ്യാം. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന്, അതെ വചനത്തെ ഹൃദയത്തിലും ഉദരത്തിലും സ്വീകരിച്ച പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായി നമുക്കും വചനത്തെ ഹൃദയത്തിൽ പേറാം. നമുക്ക് നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി ഈ വചനത്തെ നമുക്ക് മുറുകെ പിടിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവ കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ വേഴ്ചയുള്ളണമേ. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം